അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണപ്പാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു. കുറച്ച് ഉസ്താദുമാർ കൂടി പാടിയ കല്യാണ തലേന്ന് പാടിയ ഒരു പാട്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയല്ല, കാരണം ആ ഉസ്താദുമാർ തന്നെ പറഞ്ഞതാണ്. ഇനി അത് വിഷയമാക്കണ്ടെന്നുള്ളത്. ഞാനത് വിഷയമാക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, മറിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉസ്താദുമാർ, പ്രഗത്ഭരായ ഉസ്താദുമാർ, പ്രാസംഗികന്മാർ ഈ വിഷയത്തെ പറ്റിക്കൊണ്ട് അവർ പറഞ്ഞു. പരസ്യമായ വേദിയിൽ വെച്ചുകൊണ്ട് തന്നെ അവർ പറഞ്ഞു. അതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ കണ്ടു. ആ ചെയ്തത് ശരിയായില്ല, കുറച്ച് ഓവറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നല്ല കാര്യം, ഓക്കെ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ വെച്ച് ഒരു സമ്മേളനം നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിലേക്ക് വന്ന ഒരു ക്ഷണിക്കപ്പെട്ട ഒരു സായിപ്പ്, അദ്ദേഹം പിറ്റേ ദിവസം വെള്ളിയാഴ്ച ഒരു പ്രധാനപ്പെട്ട പള്ളിയിലെ മിമ്പറിൽ കയറിക്കൊണ്ട് അദ്ദേഹം വെള്ളിയാഴ്ച ഖുതുബ നടത്തി. ആ ഖുതുബ അദ്ദേഹം നടത്തിയത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. നമ്മളൊക്കെ പഴയ കാലം മുതൽ തന്നെ മദ്രസയിൽ വെച്ച് പഠിച്ച ഒരു കാര്യമാണ്, ഏത് ചെറിയ കുട്ടിക്കും അറിയാവുന്നതാണ്. വെള്ളിയാഴ്ച ജുമുഅ ശരിയാകണമെങ്കിൽ ഖുതുബ അറബി ഭാഷയിലായിരിക്കണം എന്നുള്ളത്. യാതൊരു വിട്ടുവീഴ്ചയില്ല അതിൽ. ഇവിടുത്തെ വഹാബികൾ ഒരു പക്ഷേ മലയാളത്തിൽ ഓതുന്നുണ്ടെങ്കിലും അത് ശരിയല്ല, വഹാബിസമാണത്, അത് തനിച്ച ബിദ്അത്താണ് എന്ന് നമ്മളൊക്കെ ചെറുപ്പം മുതലേ പഠിച്ച് മദ്രസയിൽ പഠിച്ചു വരുന്ന ഈ ഒരു കാര്യം വെള്ളിയാഴ്ച ജുമുഅക്ക് ഒരു സായിപ്പ് മിമ്പറിൽ കയറിക്കൊണ്ട് വെള്ളിയാഴ്ചത്തെ ഖുതുബ ഇംഗ്ലീഷിൽ ഓതി. ഒരിക്കലും അത് ശരിയല്ല. ഈ കാര്യത്തെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഈ പറയപ്പെട്ട ഒരു പ്രഭാഷകൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കണ്ടോ? ആ ഉസ്താദുമാർ പാട്ട് പാടിയതിന് എത്ര ഉസ്താദുമാരാണ് രംഗത്ത് വന്ന് അത് ശരിയായില്ല, ഓവറായി, അങ്ങനായി, ആ ഒരു ആവേശം എന്തുകൊണ്ട് ഇവിടെ കണ്ടില്ല? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ചെയ്തത് ശരിയാണ് എന്നാണോ അതിൽ നിന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് കുഴപ്പമില്ല, പാട്ട് ഇങ്ങനൊന്നും ആകാൻ പാടില്ല, ഖുതുബ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഓതാം എന്നാണോ? ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. അതായത് ചോദിക്കാനുള്ള കാരണം, ആ ഉസ്താദ്മാർ പാടിയ പാട്ടിനെ വിമർശിക്കാൻ ഉള്ള ആവേശം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ കണ്ടില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി മറ്റൊരു കാര്യം, ഒരാളെ നമ്മൾ പരിപാടിക്ക് ക്ഷണിക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ആളെ വിദേശ രാജ്യത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നൊരു പരിപാടിയിൽ പങ്കെടുപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു കൺവീനർ ഡെസ്കിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ പരിപാടി നിയന്ത്രിക്കുന്ന കൺവീനർമാർക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ക്ഷണിക്കപ്പെടുന്ന ആളുകൾ ഇത്രയും പൈസ മുടക്കി ഇത്രയും ആളുകളെ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നമ്മുടെ സ്റ്റേജിൽ കയറ്റി പ്രസംഗിപ്പിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്തമുണ്ട്, അല്ലേ? ആ പരിപാടിയുടെ ലേബിൾ തന്നെ എന്താണ്? ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്നാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എന്താണ്? ഈ വരുന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ ക്ഷണിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ഏത് തരക്കാരനാണ് എന്നൊന്ന് അന്വേഷിക്കുക. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരൊന്ന് അടിച്ചാൽ എന്താണ്, യഹിയ റോഡ്സോ എന്തോ ആണ്. അദ്ദേഹത്തിൻ്റെ പേരടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ വീഡിയോസ്, വർഷങ്ങൾക്ക് മുമ്പുള്ളതും ഈ അടുത്ത കാലത്തുമൊക്കെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ ഇന്നും ഉണ്ട്. ആ യൂട്യൂബ് വീഡിയോകളുടെ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം വെള്ളിയാഴ്ച പള്ളിയിൽ നടത്തുന്ന ഖുതുബയുടെ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ വീഡിയോയുമുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹം വെള്ളിയാഴ്ച ഖുതുബ നടത്തുന്ന വീഡിയോകളും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചാനലുകളിൽ ഇന്നുണ്ട്. അതും ഈ അടുത്തല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ളതുണ്ട്, ഈ അടുത്തുള്ളതുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോകൾ യൂട്യൂബിൽ ഉണ്ടായിരിക്കെ ഇദ്ദേഹം ഈ ഒരു വാദക്കാരനാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരാനും, അതിനു പുറമെ അതൊരു വലിയ പ്രശ്നമാക്കണമെന്നില്ല. പരിപാടിയിലേക്ക് അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രസംഗിച്ചതല്ല ഇവിടുത്തെ പ്രശ്നം. വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയിട്ട് ഖുതുബക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെപ്പറ്റി ഔദ്യോഗികമായിട്ട് ഒന്നും കണ്ടില്ല. അപ്പോൾ അത് പറയേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം അല്ലേ എന്നാണല്ലോ ഈ ഒരു പരിപാടിയുടെ ഒരു ഇത്. അപ്പോൾ അത് പറയേണ്ട ഉത്തരവാദിത്വം ഈ കൺവീനർമാർക്കുണ്ട്. ഈ പരിപാടി സംഘടിപ്പിച്ച കൺവീനർ ഡെസ്കിന് അതുണ്ട്. ഔദ്യോഗികമായിട്ട് ഞാനൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ അടുത്തായിട്ട് ഇംഗ്ലീഷ് ഭാഷയോട് വല്ലാത്ത ഒരു സ്നേഹം
നമ്മൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, സുന്നികളെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷ കഴിഞ്ഞിട്ടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ മറ്റു ഭാഷകളോട് മതി. നമുക്ക് അടിസ്ഥാനപരമായിട്ട് അറബി ഭാഷ തന്നെയാണ് നമുക്ക് സ്നേഹം വേണ്ടത്. അത് കഴിഞ്ഞിട്ട് മതി ഇംഗ്ലീഷൊക്കെ. ഇപ്പോൾ കുറച്ച് കുട്ടികൾ, മുസ്ലിയാക്കന്മാർ കുറച്ച് കുട്ടികൾ 4 അക്ഷരം ഇംഗ്ലീഷ് പഠിച്ച് ഇറങ്ങിയപ്പോഴേക്ക് ഇനി അറബിയൊന്നും വേണ്ട, അറബി പഴഞ്ചനായി, ഇനി നമുക്ക് ഇംഗ്ലീഷ് മതി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നാൽ എന്താണ് അവസ്ഥ? നമ്മുടെ ഈ സ്ഥാപനങ്ങൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൊക്കെ ഒരു പ്രധാന പങ്ക് അറബി ഗൾഫ് രാജ്യങ്ങൾക്കില്ലേ? അല്ലേ? അവരുടെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണല്ലോ നമ്മുടെ ഈ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഈ മുന്നോട്ട് പോകുന്നതൊക്കെ. അവരുടെയൊക്കെ ഒരു പ്രധാന പങ്ക് ഉണ്ട്. അതുകൊണ്ടായിരിക്കണം നമ്മളൊക്കെ ഒരുപാട് സമ്മേളനങ്ങളിൽ, ഇപ്പോൾ ഈ പറയപ്പെട്ട ഞാനും ഒരുപാട് സമ്മേളനങ്ങളിൽ മുമ്പ് പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദ് അതുപോലെയുള്ള നേതാക്കന്മാരുടെ ഒക്കെ പരിപാടികൾ അവരുടെ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഘടനാ പരിപാടികളിലൊക്കെ നടത്തുമ്പോൾ അവിടെയൊക്കെ അറബികളെ നമുക്ക് കാണാമായിരുന്നു, അല്ലേ? അന്നത്തെ സമ്മേളനങ്ങൾക്കൊക്കെ പ്രധാനമായിട്ടും അവർ ക്ഷണിച്ചു വരുത്തിയിരുന്നത് അറബികളെയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ അറബികളെ ഇങ്ങനെ പരിപാടിക്ക് ക്ഷണിക്കുന്നതിൻ്റെ പിന്നിൽ എന്തുകൊണ്ടാണ്? അവരുടെയൊക്കെ പണം കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ നാട് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവരുടെയൊക്കെ പണം കൊണ്ടാണ് നമ്മുടെ നാട് ഇത്രയും പുരോഗതി പ്രാപിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥാപനങ്ങളിലൊക്കെ കുട്ടികൾ പഠിക്കുന്നതും നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതുമൊക്കെ അവരുടെയൊക്കെ ഒരു പ്രധാന പങ്കുണ്ട് എന്നതുകൊണ്ടാണ്, ആ ഒരു നന്ദിയാണ്, അല്ലെങ്കിൽ ആ ഒരു കൂറാണ് അറബികളെ നമ്മളൊരു പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് അവരെ ക്ഷണിച്ചു വരുത്തുന്നത്. അവർക്കതൊരു സന്തോഷമാണ്, അല്ലേ? ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് കാലം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ മാറേണ്ട കാര്യമൊന്നുമില്ല. ആരെങ്കിലും ഏതെങ്കിലും കുറച്ച് യുക്തിവാദികളും വഹാബികളും എന്തെങ്കിലും പറയുന്നതിനനുസരിച്ച് നമ്മൾ മാറേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ആ നേതാക്കന്മാർ, നമ്മുടെ പഴയകാല നേതാക്കന്മാർ കാണിച്ചു തന്നൊരു മാതൃക, ഒരു പരിപാടി നടത്തുമ്പോൾ ആ മുന്നിൽ തന്നെ കുറച്ച് അറബികളൊക്കെ ഇരിക്കുമ്പോൾ അതൊരു സന്തോഷമാണ്. അവർക്കും അതൊരു സന്തോഷമാണ്. ആ സന്തോഷം ഒരിക്കലും ഈ സായിപ്പന്മാർ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടൂല. അപ്പോൾ എന്താണ് ഉണ്ടായത്? ഈ വെള്ളിയാഴ്ച ഖുതുബ, ഇപ്പം മറ്റൊരു കാര്യം ഞാൻ പറയാം, ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് വെള്ളിയാഴ്ച ഖുതുബ ഈ സായിപ്പിനെ മിമ്പറിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് ഇംഗ്ലീഷിൽ ഖുതുബ തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനോട് ഇറക്കണം അദ്ദേഹത്തിനെ ഇറക്കിയിട്ട് അദ്ദേഹത്തിനെ അവിടെ ഇരുത്തിയിട്ട്, ഒരുപാട് ഉസ്താദുമാരുണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ മിമ്പറിൽ കയറിയിട്ട് അറബിയിൽ ഖുതുബ ഓതിയിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം. ഇതാണ് ഉത്തരവാദിത്വം. മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പണം ചെലവഴിച്ചിട്ട് ഈ വക കാര്യങ്ങളിൽ നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ല എങ്കിൽ പിന്നെ എന്താണ് ആ സമ്മേളനം കൊണ്ടൊരർത്ഥം? അത്രയും ആളുകൾ അവിടെ വന്ന് കൂടിയത് കൊണ്ട് എന്ത് നേടി? നമ്മൾ അത്രയും പണം ചെലവഴിച്ചത് കൊണ്ട് എന്ത് നേടി? അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഇന്നത്തെ ഖുതുബകളൊക്കെ മിക്കതും ലൈവാണ്. ഇതൊക്കെ പുറം ലോകം കാണുന്നുണ്ട്. ആളുകൾ തെറ്റിദ്ധരിക്കും. ഈ അടുത്ത് കുറച്ച് ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടു. അഥവാ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കുകൾ, കാര്യങ്ങൾ പറയാൻ പാടില്ല. ഇത് ആളുകൾക്ക് തെറ്റിദ്ധരിക്കൂലേ? ഇത്രയും കാലം ആളുകളോട് നമ്മൾ പറഞ്ഞതും പഠിപ്പിച്ചതും പറഞ്ഞു കൊടുത്തതുമായ കാര്യം എന്താണ്? വെള്ളിയാഴ്ച ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച നമ്മൾ തന്നെ ലൈവായിട്ട് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ഖുതുബയുടെ അവസ്ഥ എന്താ? ഇംഗ്ലീഷിൽ സായിപ്പ് ഖുതുബ ഓതുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചുകൊണ്ട് നടത്തിയ പരിപാടിക്ക് ഈ സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ ഖുതുബ എന്തും ഓതാം, കുഴപ്പമില്ല എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കൂലേ? ആ തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർക്ക് ഈ കാര്യത്തിൽ ആളുകളുടെ തെറ്റിദ്ധാരണ നീക്കണ്ടേ? അല്ലാതെ എന്താണ്, അതൊരു വഞ്ചനയാണ് എന്നൊക്കെ പറയുന്നത് കേട്ടത് ഒരു ഉസ്താദ്. ജനങ്ങളെയാണല്ലോ വഞ്ചിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ ജനങ്ങളോടൊരു കാര്യം പറഞ്ഞു കൊടുത്തു, ഇപ്പോൾ അതിനെതിരായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ജനങ്ങളെ വഞ്ചിക്കലാണ്. ഈ ഇത്രയും കാലം പറഞ്ഞു പഠിപ്പിച്ച പണ്ഡിതന്മാർ ജനങ്ങളെ വഞ്ചിച്ചതാണ്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഈ പരിപാടി നടത്തിയ കൺവീനർമാർക്ക് അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ട്. കൺവീനർമാർക്ക് എന്താണ് ഉത്തരവാദിത്വം? വെള്ളിയാഴ്ച ഖുതുബ ഓതിയതിൻ്റെ ഉത്തരവാദിത്വമല്ല, മറിച്ച് ഈ ഒരു ആശയമുള്ള, ഈ ഒരു ബിദ്അത്തിന്റെ അല്ലെങ്കിൽ വഹാബി ആശയമുള്ള വ്യക്തിയെ എന്തുകൊണ്ട് ഈ പരിപാടിക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യം എന്താണ് എന്നൊന്ന് വെളിപ്പെടുത്തുക. വെള്ളിയാഴ്ച ഖുതുബ ഓതിയതിൻ്റെ ഉത്തരവാദിത്വവും ഇവർക്കുണ്ട്. അത് ഈ പരിപാടിയുടെ കൺവീനർമാർക്കല്ല, അല്ലാതെ സുന്നി ഈ സംഘടനയുടെ ആളുകൾക്കുണ്ട്
എന്തുകൊണ്ട് അങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളത്, അതിനൊരു മാപ്പ് പറയുക, അല്ലെങ്കിൽ ആ ചെയ്തത് ശരിയല്ല, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന ഫാൾട്ടാണ് എന്ന് ഔദ്യോഗികമായിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിമർശനവും കണ്ടില്ല. ഞാൻ നേരത്തെ തുടക്കത്തിൽ അതാണ് പറഞ്ഞത്. ഉസ്താദുമാർ പാട്ട് പാടിയപ്പോൾ എല്ലാവരും ചെണ്ടയും കോലെടുത്ത് ഇറങ്ങി. പക്ഷെ ആ പണ്ഡിതന്മാരെ ഈ വിഷയത്തിന് പ്രതികരിക്കാനോ വിമർശിക്കാനോ ചെയ്തത് ശരിയാണോ ശരിയല്ല എന്ന് പറയാൻ ആരെയും കണ്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ എന്നെ ഇനി ഈ സംഘടനയ്ക്കെതിരെ സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലൊന്നും പെടുത്തണ്ട. നമ്മൾ വിഷമുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. എന്തായാലും വെള്ളിയാഴ്ച നടത്തിയ ഖുതുബ ഒട്ടും ശരിയായിട്ടില്ല. അതിൻ്റെ ഒരു കാരണം അതിനാരാണോ അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുവരാനും അദ്ദേഹത്തിൻ്റെ മിമ്പറിലേക്ക് കയറ്റിവിട്ട ആളുകൾക്കും അതിൻ്റെ ഒരു ഉത്തരവാദിത്വം, ആരോട്? സാധാരണക്കാരായ ആളുകളോട് അതിൻ്റെ കാരണം കൃത്യമായിട്ട് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതും ഈ സാധാരണ ജനങ്ങളോട് കാണിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ അത് മനുഷ്യപ്പറ്റിൻ്റെ ഒരു രാഷ്ട്രീയമാണ് എന്ന് കരുതിയിട്ട് അതിൻ്റെ കാരണം ഒന്ന് വ്യക്തമാക്കി കൊടുത്താൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഒഴിവായി കിട്ടും എന്ന്